പാകിസ്ഥാന്റെ സുരക്ഷാ സേനയ്ക്കെതിരെ ഉള്ള ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ലിബറൽ ആർമി എന്ന് പറയുന്നത്. 8 ദിവസത്തിനിടെ ബലൂചിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ 22 ആക്രമണങ്ങൾ നടന്നു. ഇതിൽ ഏതാണ്ട് 26 പാക് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വധിക്കുകയും ചെയ്തുവെന്ന് BLA അവകാശപ്പെടുന്നുണ്ട്. ഇത് ശരിക്കും ഈ പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ സംഘർഷം, ബലൂചിസ്ഥാൻ എന്ന് പറയുന്നൊരു വിഘടനവാദികളാണ്. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഇത് പിടിച്ച് ചേർക്കപ്പെട്ടതാണ്. 1947 അവർക്കും സ്വാതന്ത്ര്യം. അപ്പം ആ സമയത്താണ് ഈ ബലൂചിസ്ഥാനെ കൂടെ ഇതിനോടൊപ്പം ചേർത്ത് നിർത്തി എന്നുള്ളതാണ് പാകിസ്ഥാൻ ചെയ്തൊരു തെറ്റ്. അപ്പോൾ അതിൽ വിഘടനവാദികളാണ്. അപ്പം ഇവരുടെ സുരക്ഷാ സേനയ്ക്കെതിരെയൊക്കെ ആക്രമണം. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സകലമാന തോന്നിവാസങ്ങൾ നമുക്കറിയാം. അവർക്ക് കിട്ടുന്നതിൽ തെറ്റൊന്നുമില്ല. അവര് മേടിച്ചു കൂട്ടിട്ടെന്നേ. കാരണം എന്ന് വെച്ചാൽ അവര് പിന്നെ ഇമാതിരി കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ഒരു പ്രവിശ്യയാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ. അവരങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കുകയും കൊണ്ടും കൊടുത്തും ഒക്കെ ജീവിക്കുന്നവരാണ് അവര് കാലങ്ങളായിട്ടുള്ള. ഇതിന് കുറെ കാരണങ്ങളുണ്ട്. ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ്, പ്രകൃതി വാതകം, അതോടൊപ്പം തന്നെ ഈ കൽക്കരി, സ്വർണം, അപ്പം ചെമ്പ് തുടങ്ങിയ ഈ ധാതുക്കൾ കൊണ്ട് സമ്പന്നമായ ഒരു പ്രവിശ്യയാണ് ഈ ബലൂചിസ്ഥാൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന പാകിസ്ഥാൻ അവരുടെ കേന്ദ്രമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ ഇന്ത്യ അവിടെ നിന്ന് ഈ പാകിസ്ഥാനിൻ്റെ അവർ വന്നിട്ട് ഇതെല്ലാം അവർ അപഹരിക്കുകയാണ്. ബലൂചിസ്ഥാനിൽ നിന്നും ഈ പറയുന്ന നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകം, കൽക്കരി, സ്വർണം തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇവർ കൊണ്ടുപോയിട്ട് പാകിസ്ഥാൻ്റെ ഇതര പ്രവിശ്യകളിലേക്ക് ഇവർ കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തരം ചൂഷണമാണ്. പാകിസ്ഥാൻ ബലൂചിസ്ഥാനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചൂഷണം. ഈ കാര്യം ഇത് കാലാകാലങ്ങളിൽ ഇന്നു മുതൽ തുടങ്ങിയൊന്നുമല്ല. ഇവരെന്നു മുതലാണോ ഇവരെ ഒരു പ്രൊവിൻസാക്കി മാറ്റി നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ തങ്ങളുടെ ഈ പ്രൊവിൻസിലേക്കുള്ള അധീശത്വം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ സമയം മുതൽ തന്നെ ഇവർ ഈ രീതി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞു എന്ന് തന്നെ വയ്ക്കുക. അപ്പം ഈ അവിടെ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ ഒരു 48 കൂടി 47 അവിടെ സ്വാതന്ത്ര്യം കിട്ടുന്നത്. അത് ഇന്ത്യക്കും പാകിസ്ഥാനും ഒരുമിച്ച് കിട്ടുന്നത്. 48 കൂടി എന്ത് ചെയ്തു? ബലം പ്രയോഗിച്ചുകൊണ്ട് ഇതിനെ അല്ലെങ്കിൽ ഈ ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ ഇവരുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു വൈരാഗ്യമുണ്ട്. ഇവർ തമ്മിലുള്ള വൈരാഗ്യത്തിലുള്ള കാരണങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സാമ്പത്തിക ഇടനാഴി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പം ഗ്വാദർ എന്ന് പറയുന്ന തുറമുഖമുണ്ട് ചൈനയുടെ. അപ്പോൾ ഈ ഗ്വാദർ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രധാനപ്പെട്ട ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ഗ്വാദർ തുറമുഖത്തിന്റെ കേസ് വരുമ്പോൾ ഈ പദ്ധതികൾ തങ്ങളുടെ ജനങ്ങൾക്ക്, അതായത് ഈ ബലൂചിസ്ഥാനിലുള്ള ആൾക്കാർക്ക് അവർക്ക് വലിയ പ്രയോജനം ചെയ്യുന്നില്ല എന്നും, പിന്നെ ഇവരെ തന്നെ, അതായത് ഈ ബലൂചിസ്ഥാൻ പ്രൊവിൻസിൽ താമസിക്കുന്ന ആളുകളെ തന്നെ അവിടെ നിഷ്കാസിതരാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു കാരണം. ഇത് ഒരു അവിടെയുള്ള കാരണം ഈ അവരുടെ ഒരു വാദമാണ്, ദേശീയവാദം എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരിടത്ത് നിൽക്കുന്നു. പിന്നെ ഈ പറയുന്ന ഈ മനുഷ്യാവകാശ ലംഘനം, അതായത് ഈ ബലൂചിസ്ഥാനിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ വിമത ശബ്ദങ്ങൾ, അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രാജ്യം, ഒരു പ്രവിശ്യ നിൽക്കുന്ന സമയത്ത് അവരെ തന്നെ നിരന്തരം ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അവരുടെ ധാതുക്കൾ മറ്റൊരു രാജ്യം അല്ലെങ്കിൽ അവരെ അടക്കി ഭരിക്കുന്ന ഒരു രാജ്യം വന്ന് കവർന്നുകൊണ്ട് പോകുന്നു. അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും അവരെ കൂടെ ഇതിനകത്ത് ചേർക്കുന്നു. അവരിലേക്ക് എത്തുന്ന ഈ പറയുന്ന ഇടനാഴിയിലൂടെ പിന്നെ അവിടെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ ഗ്വാദർ എന്ന് പറയുന്ന തുറമുഖം വഴി നടന്നു പോകുന്ന വികസന പദ്ധതികളിൽ തങ്ങളെ ഉൾപ്പെടുത്തുന്നില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യമുണ്ട്. പിന്നെ തന്നെയല്ല ഇവിടെ പിന്നെ അവിടെ ഉണ്ടാകുന്ന ചെറിയ പ്രക്ഷോഭങ്ങളെ പോലും അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യാവകാശ ലംഘനമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാരണങ്ങൾ പോരെ അവർക്ക് നിരന്തരം പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ? സ്വാഭാവികമായിട്ട് ആലോചിച്ച് നോക്കും, അവർക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് അക്ഷരാർത്ഥത്തിലുള്ളത്? അവരെ ചൂഷണം ചെയ്യുകയാണ്. അവരെ ചൂഷണം ചെയ്യുന്നു, മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു, അവർക്ക് പദ്ധതികൾ എത്തിച്ചു കൊടുക്കുന്നില്ല. ഇതൊക്കെ പോരെ അവർക്ക് സ്വാഭാവികമായും ഇവർക്ക് ഈ ബലൂചിസ്ഥാൻ വിഘടനവാദികൾക്ക് തിരിച്ചക്രമിക്കാൻ വേണ്ടിയിട്ട്? ഈ അക്രമത്തിന്റെ ഒരു പരമ്പരയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്.
അക്ഷരാർത്ഥത്തിൽ. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സംഘടനകൾ ഇവിടെയുള്ള പാകിസ്ഥാൻ്റെ സൈനിക താവളങ്ങളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സുകൾ അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ, റെയിൽവേ സ്റ്റേഷൻസ്, പിന്നെ ബസ് സ്റ്റാൻഡുകൾ, ജയില്, പിന്നെ സർക്കാർ സ്ഥാപനങ്ങൾ, ഇവിടെ എല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് ബലൂചിസ്ഥാൻ്റെ അക്രമം നിരന്തരം നടക്കുകയാണ്. പിന്നെ പാകിസ്ഥാൻ്റെ സ്ഥിരമായ ഒരു പരിപാടിയാണല്ലോ ആത്മഹത്യ, ഈ പറയുന്ന സൂയിസൈഡ് ബോംബിങ്, ചാവേർ ആക്രമണം, ദേഹത്ത് ബോംബ് കിട്ടിക്കൊണ്ട് പോയി അങ്ങ് പൊട്ടിത്തെറിക്കുക എവിടെയെങ്കിലും പോയിട്ട്. ഈ രീതിയിലുള്ള നടപടിക്രമങ്ങൾ സത്യത്തിൽ ഈ ബലൂചിസ്ഥാൻ ഇപ്പോൾ പ്രയോഗിച്ചു വരുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഇതൊക്കെ അനുഭവിക്കണം. പാകിസ്ഥാൻ എന്ന് പറയുന്ന നമ്മൾ ഒരു പിന്നെ ദേശീയത പറഞ്ഞിരുന്നാലും ശരി, ഇവിടെ പാകിസ്ഥാൻ ആ രീതിയിൽ അനുഭവിക്കേണ്ട ഒരു രാഷ്ട്രം തന്നെയാണ്. കാരണം അവർക്ക് ഈ അവരാകെപ്പാടെ പാകിസ്ഥാൻ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് വിഘടിച്ചു പോയി, എന്നിട്ട് നമ്മളുടെ കയ്യിൽ നിന്നും അവർ നമ്മളെ ഊറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നാട്ടിലുണ്ടായ പല നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ, കാർഗിൽ വാർ നമുക്കറിയാം, നമ്മുടെ എത്ര സൈനികർ നഷ്ടപ്പെട്ടു നമുക്ക് കാർഗിൽ വാറുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇപ്പം നമുക്കറിയാം പുൽവാമ, ഉറി, അങ്ങനെ പിന്നെ ബലാക്കോട്ട്, ഇവിടങ്ങളിലൊക്കെ അവർ നടത്തിയ തീവ്രവാദി ആക്രമണങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അപ്പം ഈ രീതിയിൽ മറ്റു രാജ്യങ്ങൾക്ക് പോലും കിടക്കപ്പുറതിയില്ല, നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയി. നമ്മൾ പിന്നെ അതെനിക്കൊന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു താല്പര്യം, മുഹമ്മദ് അലി ജിന്നയ്ക്ക് വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു എടുത്തൊരു തീരുമാനമായിരുന്നു പാകിസ്ഥാനെ മാറ്റുക എന്നുള്ളത്. അപ്പോൾ ഹിന്ദുസ്ഥാനും പാകിസ്ഥാനും എന്ന് പറഞ്ഞ് രണ്ടായിരമൊക്കെ മാറ്റുകയാണ് ചെയ്തത്. ആ പാകിസ്ഥാൻ പിന്നീട് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഇപ്പം പാക് അധീന കാശ്മീരിന് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ട് യുദ്ധമല്ലേ, നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അവർക്ക് അവിടെ എന്തെങ്കിലും പണി കിട്ടണ്ടേ? അവർക്ക് അവിടെ പണി കിട്ടണ്ടേ? അവർ ചൂഷണം ചെയ്യുന്ന ആരാണോ അവരിൽ നിന്ന് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും ഈ അവരുടെ ഒരു പിന്നെ സൗകര്യങ്ങൾക്ക് എതിരായി ശക്തമായ പ്രതിഷേധം അവിടെ നടന്നുകൊണ്ടിരിക്കുക. അവരടിക്കുമ്പം തീർച്ചയായിട്ടും ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ജയിലുകൾ, പിന്നെ സർക്കാർ ഓഫീസുകൾ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇത് കൂടാതെ ഗ്യാസ് ലൈൻസ്, പൈപ്പ് ലൈനുകൾ, ഇതെല്ലാം ഇവർ ആക്രമിച്ച് ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് കൂടാതെ പാകിസ്ഥാൻ ഭയക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വിദേശ നിക്ഷേപങ്ങൾ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കുറവ്. ഇപ്പം എപ്പോഴും ഒരു രാജ്യത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ അവിടേക്ക് എത്തുന്ന വിദേശ നിക്ഷേപങ്ങളാണ്. ഇപ്പം ചൈന അടക്കമുള്ള രാജ്യങ്ങളാണ് ഈ പറയുന്ന ഇവിടെ നിക്ഷേപം നടത്തുന്നത്. ഇപ്പം ഇന്ത്യ, ഈ പറയുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി, അതോടൊപ്പം തന്നെ സ്വർണ്ണ ചെമ്പ് ഖനന കരാറുകൾ ഇവർ തമ്മിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ പറയുന്ന കമ്പനികളെയും ഇവരെന്ത് ചെയ്യും, ഇതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ കൃത്യമായി അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം ഈ രീതിയിലൊക്കെയാണ് ബലൂചിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ പറയുന്ന അതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ എന്ത് ചെയ്യും, തിരിച്ചടിക്കും സ്വാഭാവികമായിട്ടും. ഇത്രയും കാലം ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നവർ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അവിടെ ഇതുപോലെ അവർക്ക് സ്വന്തം നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ പ്രൊവിൻസിലുള്ളവരെ അടിക്കാൻ വേണ്ടിയിട്ട് ഇവർ വ്യോമാക്രമണങ്ങൾ നടത്തുന്നുണ്ട്, മറ്റ് സൈനിക നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം ഇതിലൂടെ വിമതന്മാരായ നിരവധി ആൾക്കാരെ വധിച്ച് ഞങ്ങൾ കൊന്നു കളഞ്ഞിട്ടുണ്ട് എന്ന് വരെ ഒരു വിദഗ്ധമായ അല്ലെങ്കിൽ എന്ന് വരെ അവർ പറയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പിന്നെ ഈ പറയുന്ന അത് മാത്രമല്ല, വിമതന്മാർ മാത്രമല്ല ഒരു വ്യോമാക്രമണം ഉണ്ടാകുമ്പോൾ കൊല്ലപ്പെടുന്നു. അപ്പം നിരന്തരമായി ഇതൊരു ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ, എന്തുകൊണ്ട് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ആ ഒരു പ്രവിശ്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കേന്ദ്ര സർക്കാരിനെ എന്തിന് അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരമാണ്. അത് ഇനി ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ഇത് അവസാനിക്കുന്നതല്ല. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന മരണസംഖ്യ 10, 27, 37, 100-ലധികം ആൾക്കാരെയൊക്കെ കൊന്നു എന്ന് ബലൂചിസ്ഥാനിന് അവകാശപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും ഇത് ഒരിക്കലും അവസാനിക്കില്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എങ്ങനെയാണോ അതേ കണക്ക് തന്നെ ഈ ബലൂചിസ്ഥാനും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യവും തമ്മിലുള്ള ഈ അക്രമ സംഭവങ്ങൾ, അക്രമ പരമ്പരകൾ ഇതൊന്നിന് പിറകെ ഒന്നായി സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും നിരവധി വിമതന്മാർ മരിച്ചു വീഴും. പാക് സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ സുരക്ഷാ സേന അവരും മരിച്ചുകൊണ്ടേയിരിക്കും. അതൊരു എത്ര കാലം വരെ പോവോ അത്രയും കാലം, അവസാനത്തെ ബലൂചിസ്ഥാനിയും മരിച്ചു വീഴുന്നവരെ ഈ അക്രമം തുറന്നുകൊണ്ടേയിരിക്കും. അതിനുള്ള ബേസിക് ആയിട്ടുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളതാണ് പ്രശ്നം.